ആഗോള എണ്ണ വിപണിയിൽ എണ്ണവില കുതിച്ചുയരുന്ന സാഹചര്യത്തിൽ നിർണായക തീരുമാനവുമായി അമേരിക്ക. കടലിൽ കുടുങ്ങിക്കിടക്കുന്ന ഇറാനിയൻ എണ്ണ കപ്പലുകൾക്ക് ഏർപ്പെടുത്തിയിരിക്കുന്ന ഉപരോധം അമേരിക്ക താൽക്കാലികമായി നീക്കി. ഹോർമുസ് കടലിടുക്കിലെ ഉപരോധത്തെ തുടർന്നുണ്ടായ പ്രതിസന്ധി മറികടക്കാനാണ് പുതിയ നീക്കം. അമേരിക്ക, ഇസ്രായേൽ സംയുക്ത സേന ഇറാനുമായി നടത്തുന്ന യുദ്ധം രൂക്ഷമായതോടെ ആഗോള എണ്ണ വിപണി നേരിടുന്ന കടുത്ത പ്രതിസന്ധിക്കിടെയാണ് അമേരിക്കയുടെ ഈ അപ്രതീക്ഷിത തീരുമാനം. യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ തന്ത്രപ്രധാനമായ ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള എണ്ണ നീക്കം ഇറാൻ തടസ്സപ്പെടുത്തിയതോടെ ആഗോളതലത്തിൽ ക്രൂഡ് ഓയിൽ വില ബാരലിന് $100 മുകളിലേക്ക് കുതിച്ചുയർന്നിരുന്നു. ഈ സാഹചര്യത്തിൽ വിലക്കയറ്റം നിയന്ത്രിക്കാനും ആഗോള ഊർജ്ജ വിപണിയിൽ സ്ഥിരത ഉറപ്പാക്കാനുമാണ് അമേരിക്കൻ ട്രഷറി വകുപ്പ് ഉപരോധത്തിൽ ഇളവ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. പുതിയ ഔദ്യോഗിക ഉത്തരവ് പ്രകാരം മാർച്ച് 20 മുമ്പായി കപ്പലുകളിൽ നിറച്ചിട്ടുള്ള ഇറാനിയൻ ക്രൂഡ് ഓയിലും മറ്റ് പെട്രോളിയം ഉൽപ്പന്നങ്ങളും വിതരണം ചെയ്യാനും വിൽക്കാനും ഇനി മുതൽ അനുമതിയുണ്ടാകും. ഈ ഇളവ് ഏപ്രിൽ 19 വരെ തുടരുമെന്നാണ് അമേരിക്കൻ ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ് അറിയിച്ചത്. യുദ്ധം ആരംഭിച്ചതിന് ശേഷം ആഗോള വിപണിയിൽ ഏകദേശം 40% എണ്ണവിലയിൽ വർധനവുണ്ടായത്. ഉപരോധം താൽക്കാലികമായി നീക്കുന്നതിലൂടെ ദശലക്ഷക്കണക്കിന് ബാരൽ എണ്ണ പെട്ടെന്ന് തന്നെ ആഗോള വിപണിയിൽ എത്തിക്കാനും അതുവഴി വരും ദിവസങ്ങളിൽ വിലക്കയറ്റം ഒരു പരിധിവരെ പിടിച്ചു നിർത്താനും സാധിക്കുമെന്നാണ് അമേരിക്ക കണക്കുകൂട്ടുന്നത്. നേരത്തെ റഷ്യൻ എണ്ണ കപ്പലുകൾക്കും വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി സമാനമായ രീതിയിൽ അമേരിക്ക ഉപരോധത്തിൽ ഇളവ് നൽകിയിരുന്നു. ന്യൂസ് ഡെസ്ക്, കൊട്ടാരക്കര മീഡിയ.